ചുവന്ന റോസാപ്പൂക്കളും മധുരമുള്ള ചോക്ലേറ്റുകളും ഫ്രം യുവർ വാലന്റൈൻ എന്ന കുറിപ്പുകളും. എന്നാൽ ഈ പ്രണയദിനത്തിന് പിന്നിൽ രക്തം പുരണ്ട ഒരു ക്രൂര ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വാലന്റൈൻസ് ഡേയുടെ ആ വേരുകൾ ചെന്ന് നിൽക്കുന്നത് പുരാതന റോമിലെ രക്തരൂക്ഷിതമായ തെരുവുകളിലേക്കും മൃഗബലികളിലേക്കുമാണ്. ലുപ്പർകാലിയ എന്ന വാലന്റൈൻസ് ഡേയുടെ വിചിത്രമായ പൂർവികനിലേക്ക്. ഫെബ്രുവരി 13 മുതൽ 15 വരെ നീണ്ടു നിന്നിരുന്ന പുരാതന റോമൻ ഉത്സവമായിരുന്നു ലുപ്പർകാലിയ. വെറും ഒരു ആഘോഷമായിരുന്നില്ല ഇത്. നഗരത്തെ ശുദ്ധീകരിക്കാനും ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനുമുള്ള കടുത്ത ആചാരമായിരുന്നു. റോമിനെ സംരക്ഷിച്ചിരുന്ന ലുപ്പർക്കസ് എന്ന കാർഷിക ദൈവത്തെ പ്രീതിപ്പെടുത്താനായിരുന്നു ഇത് നടത്തിയത്. പാലറ്റൈൻ കുന്നിലെ ഒരു ഗുഹയിൽ വെച്ചാണ് ഈ ഭീകരമായ ചടങ്ങുകൾ തുടങ്ങുന്നത്. ആദ്യം ആടുകളെയും നായ്ക്കളെയും ബലി നൽകും. ബലിക്ക് ശേഷം മൃഗങ്ങളുടെ ചോര പുരണ്ട കത്തികൾ യുവാക്കളുടെ നെറ്റിയിൽ തൊടുവിക്കും. പിന്നീട് അത് പാലിൽ മുക്കിയ കമ്പിളി കൊണ്ട് തുടച്ചു മാറ്റണം. ഈ സമയം ആ യുവാക്കൾ ഉച്ചത്തിൽ ചിരിക്കണമെന്നത് നിർബന്ധമായിരുന്നു. ബലി നൽകിയ മൃഗങ്ങളുടെ തോൽ സ്ട്രിപ്പുകളാക്കി മുറിച്ചെടുത്ത് ഇവർ നഗരത്തിലൂടെ ഓടും. വഴിയരികിൽ നിൽക്കുന്ന സ്ത്രീകളെ ഇവർ ഈ തോൽച്ചാട്ട കൊണ്ട് അടിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, സ്ത്രീകൾ ഈ അടി വാങ്ങാനായി വരി നിൽക്കുമായിരുന്നു. സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നായിരുന്നു അവരുടെ ഉറച്ച വിശ്വാസം. ലുപ്പർകാലിയയുടെ ഭാഗമായിരുന്ന ഒരു മാച്ച് മേക്കിംഗ് രീതിയും അന്ന് ഉണ്ടായിരുന്നു, ലോട്ടറി ഓഫ് ലവ്. അവിവാഹിതരായ യുവതികൾ അവരുടെ പേരെഴുതിയ ചീട്ടുകൾ ഒരു പാത്രത്തിലിടും. യുവാക്കൾ വന്ന് ഓരോ പേര് നറുക്കെടുക്കും. ആ വർഷം മുഴുവൻ അവർ പങ്കാളികളായിരിക്കും. പലപ്പോഴും ഈ വിചിത്രമായ തുടക്കം പിന്നീട് വിവാഹങ്ങളിൽ കലാശിച്ചിരുന്നു. ഇന്നത്തെ ഡേറ്റിംഗ് ആപ്പുകളുടെ ഒരു പുരാതന പതിപ്പ് എന്ന് പറയാം. AD 5-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം വളർന്നതോടെ ഈ ആചാരം അവസാനിപ്പിക്കാൻ സഭ തീരുമാനിച്ചു. AD 496-ൽ ഗലേഷ്യസ് 1-ാമൻ മാർപ്പാപ്പ ലുപ്പർകാലിയ നിരോധിച്ചു. പകരം പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സെന്റ് വാലന്റൈന്റെ പേരിൽ ഫെബ്രുവരി 14 വിശുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. AD 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് 2-ാമൻ എന്ന ക്രൂരനായ ചക്രവർത്തിയുടെ കാലത്താണ് സെന്റ് വാലന്റൈന്റെ കഥ നടക്കുന്നത്. തന്റെ സൈന്യം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതാവണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് വിവാഹിതരായ പുരുഷന്മാരെക്കാൾ അവിവാഹിതരായ യുവാക്കളാണ് മികച്ച സൈനികർ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കുടുംബ ബന്ധങ്ങൾ സൈനികരെ ദുർബലരാക്കുമെന്ന് കരുതി അദ്ദേഹം വിവാഹം നിരോധിച്ചു. ചക്രവർത്തിയെ വെല്ലുവിളിച്ച് രഹസ്യമായി കല്യാണങ്ങൾ നടത്തിക്കൊടുത്തതായിരുന്നു വാലന്റൈൻ. എന്നാൽ വാലന്റൈൻ തടവിലാക്കപ്പെട്ടു. ജയിലറുടെ അന്ധയായ മകൾ തടവറയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് പ്രണയത്തിന്റെ വെളിച്ചം പകർത്തി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ജയിലറുടെ മകൾക്ക് എഴുതിയ കുറിപ്പ് ഫ്രം യുവർ വാലന്റൈൻ, അതായിരുന്നു ആദ്യത്തെ വാലന്റൈൻ കാർഡ് എന്ന് ഐതിഹ്യം പറയുന്നു. ലുപ്പർകാലിയയുടെ രക്തരൂക്ഷിത തെരുവുകളിൽ നിന്ന് സെന്റ് വാലന്റൈന്റെ ത്യാഗത്തിലൂടെ ഇന്ന് പ്രണയദിനത്തിലേക്ക്. ഇന്ന് കൈമാറുന്ന ഓരോ സ്നേഹ സമ്മാനങ്ങൾക്കും പിന്നിൽ ഒരു ചരിത്രപരമായ പരിവർത്തനത്തിന്റെ കഥയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.